ഇന്നൊരു പേസ്ട്രിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വാനില കസ്റ്റാർഡ് പേസ്ട്രി. അതായത് നമ്മളുടെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഈ ഒരു പേസ്ട്രി ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അത് തന്നെയല്ല, എഗ്ലെസ് ആയിട്ടുള്ള ഒരു പേസ്ട്രിയാണ്. പിന്നെ ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റിഫൈൻഡ് ഓയിലിന് പകരം മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ ഗീ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ സോൾട്ടഡ് ബട്ടറോ അൺസോൾട്ടഡ് ബട്ടറോ ഏതെങ്കിലും ചേർക്കാം. ഇനി സോൾട്ടഡ് ബട്ടർ ആണ് ചേർക്കുന്നതെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. ഇത് 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഞാൻ ബ്രൗൺ ആൻഡ് പോൾസിൻ്റെ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളത്. നല്ലൊരു ബ്രാൻഡാണ്. ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ പൗഡർ ആണെങ്കിലും എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട കെട്ടി കിടക്കത്തൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ അത് നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കും. പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് മെഷർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് മതിയാവും. ക്രീമിൻ്റെ ഒരു മധുരമൊക്കെ വരുമ്പോൾ ഈ ഒരു മധുരം പെർഫെക്റ്റ് ആയിരിക്കും. ഇനി വേണം തോന്നുകയാണെങ്കിലാണ് 2 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് മൈദയാണ്. 250 ml കപ്പിൽ ആണ്. പിന്നെ ഒരു നുള്ള് ഉപ്പ്. ഇപ്പം ഞാൻ ഓയിലല്ല ചേർത്ത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് ചേർക്കുന്നത് 2 ടീസ്പൂൺ വിനീഗറാണ്. അപ്പോൾ വിനീഗർ ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ നാരങ്ങാനീരാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വിനീഗർ ചേർത്തിട്ട് ഒരു 20 സെക്കൻഡൊക്കെ മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി ഇത് ഡയറക്റ്റ് അങ്ങ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഏതൊരു കേക്ക് ചെയ്യുമ്പോഴും ആദ്യം തന്നെ അത് ബേക്ക് ചെയ്യുന്ന ടീൻ റെഡിയാക്കി വെക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് കേക്കിന് കിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു പാന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഈ ഒരു പാനിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. ഇനി അത് അടച്ച് വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു 15 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. അതിനുശേഷം അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങ് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര സമയം ഇത് ബേക്ക് ആവാൻ എടുത്തു എന്നൊക്കെ ഉള്ളത് ഞാൻ ഇത് ബേക്ക് ആയതിനു ശേഷം പറയാം. ഇപ്പോൾ കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിനർത്ഥം കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് പുറത്തേക്ക് എടുക്കാം. ഞാൻ ഇതൊന്ന് ഡിമോൾഡ് ചെയ്യാണ്. ഇതിൻ്റെ സൈഡിലത്തെ ഒക്കെ ബട്ടർ പേപ്പർ അങ്ങ് എടുത്ത് മാറ്റാം. അപ്പോൾ ചെറിയൊരു ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഈ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റുന്നത്. ഒരുപാട് അങ്ങ് ചൂടാറാൻ വേണ്ടി ടിന്നിൽ തന്നെ വെക്കുകയാണെങ്കിൽ സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞതുപോലെ വരും. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരുപാട് ഹൈറ്റൊന്നും നമ്മളെ കേക്കിന് വന്നിട്ടില്ല. നല്ല സോഫ്റ്റാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ തണുത്തതിന് ശേഷമാണ് ഇതൊന്ന് കട്ട് ചെയ്യുന്നത്. തണുക്കുന്നതിന് മുമ്പ് ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ 3 ലെയറായിട്ടാണ് ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത്. കുറച്ച് തിൻ ലെയറായിരിക്കും. അപ്പോൾ ഇത് 3 ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്യാം. ഞാനിവിടെ റിച്ചിൻ്റെ വിപ്പ് ടോപ്പിംഗ് ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 കപ്പ് ക്രീം നമുക്ക് മതിയാവും. 250 ml കപ്പാണ്. ഇതിന് നന്നായിട്ടൊന്ന് സ്റ്റിഫ് പീക്ക് വരുന്നത് വരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റിഫ് പീക്സും വന്നു. അപ്പോൾ ഒരു ബോട്ടിലേക്ക് കുറച്ച് ക്രീം തേച്ചിട്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കും. ഞാനിത് മിഡിൽ ലെയറാണ് ഏറ്റവും താഴത്തെ ലെയറായിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത് സാധാരണ ഒരു ഷുഗർ സിറപ്പാണ്. അതായത് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം, അങ്ങനെയാണ് ഇത് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ എങ്ങനെയാണോ കേക്കിന് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ഓരോ കേക്കിൻ്റെയും ഇടയ്ക്കായിട്ട് എന്തെങ്കിലും ക്രഷോ അല്ലെങ്കിൽ ചെറിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ ലാസ്റ്റ് ലെയർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ തന്നെയാണ് ഏറ്റവും മുകളിൽ വെക്കുന്നത്, കാരണം എനിക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഫ്ലാറ്റ് ആയിട്ടുള്ള ചെറിയൊരു പൊക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും താഴത്തെ ലെയർ ആയിട്ട് വെക്കുക, എന്നിട്ട് ഏറ്റവും താഴത്തെ ലെയർ മുകളിലും വെക്കുക. അപ്പോൾ നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഞാനൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ഒരു സ്ക്രേപ്പർ വെച്ച് ഈ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. അപ്പോൾ സൈഡ്സ് ഞാൻ ക്രീം കൊണ്ട് കവർ ചെയ്തിട്ടില്ല, കാരണം ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കവർ ചെയ്യാഞ്ഞത്. അപ്പോൾ ഇത് 1 മണിക്കൂർ ഒന്ന് തണുപ്പിക്കാം, അതിനുശേഷം കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരുപാടൊന്ന് കട്ട് ചെയ്ത് കളയണ്ട, ജസ്റ്റ് ഒന്ന് അറ്റം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാ ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി 3 സൈഡ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പേസ്ട്രിയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് യെല്ലോ കളർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് വൈറ്റ് ക്രീം, അതായത് വിപ്പിംഗ് ക്രീം, വൈറ്റ് കളറിലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് 2 കളറിലും കൂടി വരും. അപ്പോൾ കസ്റ്റാർഡ് യെല്ലോ ആണല്ലോ, അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ യെല്ലോ കളർ ചേർത്ത് കൊടുത്തത്. പിന്നെ മുകളിലേക്ക് ഷുഗറിൻ്റെ സിൽവർ പേൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെറീസോ അല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടിയോ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. 3 ലെയേഴ്സും നന്നായിട്ട് എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് പേസ്ട്രി വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേസ്ട്രിയാണ് വെനില കസ്റ്റാർഡ് പേസ്ട്രി. അത് തന്നെയല്ല എഗ്ലെസ് ആണ്, എന്നിട്ട് കൂടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ഈ ഒരു പേസ്ട്രി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.